ആരെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്? ഈ ഒരു ചോദ്യത്തിന് നമ്മെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച് മാത്രം, സ്വന്തം ദേശത്തെക്കുറിച്ച് മാത്രം, ദേശസ്നേഹത്തെക്കുറിച്ച് മാത്രം എന്നിങ്ങനെ ആരോ നമ്മെ വിലക്കുന്നുണ്ടോ? അങ്ങനെയൊരു അദൃശ്യ ഭീഷണിയെ പല എഴുത്തുകാരും ഭയക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഞാൻ അങ്ങനെ ഭയക്കുന്നില്ല എന്ന് ഉത്തരം പറയുന്ന എഴുത്തുകാരനാണ് പുസ്തക പൂമുഖത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ നാടിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ടായിട്ടും ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന നോവൽ എഴുതിയ പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീ മനോഹരൻ വി പേരകമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒരു പാകിസ്ഥാനിയുടെ കഥ, ഇത് രണ്ടും നമ്മൾക്കൊപ്പമുണ്ട്. ഈ ഒരു പുസ്തകം ഇറങ്ങിയിട്ട് നാളുകളായി. നിരവധി വായനക്കാർ ഈ പുസ്തകം ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വളരെയധികം ആവേശത്തോടു കൂടി സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള വായനക്കാരുടെ വലിയ സമൂഹവും നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും ഇപ്പോഴും എന്തുകൊണ്ട് ഒരു പാകിസ്ഥാനിയുടെ കഥ മലയാളത്തിൽ ഞാൻ എഴുതണം എന്നുള്ള ചിന്ത മനോഹരൻ വി പേരകം ഇത് എഴുതുന്ന സമയത്ത് ആദ്യ വരികൾ എഴുതുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ചിന്തയിൽ നിന്ന് എങ്ങനെ മോചനം നേടിയിട്ടാണ് ഈ പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഈ നോവല് എഴുതാൻ കാരണം മുജീബ് എന്ന പാകിസ്ഥാനിയെ കണ്ടതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ മുജീബിന്റെ മൊത്തം ജീവിതമല്ല, ഇതിലുള്ള മൊത്തം ജീവിതം മുജീബ് ജീവിച്ചതല്ല എന്നുകൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം മുജീബ് 92-ലാണ് ഞാൻ മുജീബിനെ കാണുന്നത്. ഞാൻ കണ്ട മുജീബ് പോലെ ഒരുപാട് മനുഷ്യർ അവിടെ വർക്ക് ചെയ്യുന്ന, ഈ ബഹ്റൈനിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന പല ലേബേഴ്സ്, അവരൊക്കെ ഈ മുജീബിന്റെ കഥയിലെ അംശജീവിതങ്ങൾ ജീവിച്ചു തീർത്തവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുജീബ് പാകിസ്ഥാനിയായ ഒരു പെഷവാറുകാരനാണ്. എൻ്റെ വീടിനടുത്തുള്ള ഒരു ഞാൻ താമസിച്ചിരുന്ന ഒരു വീടിനടുത്തുള്ള അയൽവാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അതായത് ബഹ്റിനിൽ ഒരു 15 വർഷത്തോളമല്ലേ മനോഹരൻ വി പേരകം താമസിച്ചിരുന്നത്, അല്ലേ? അവിടുത്തെ അയൽവാസിയായിരുന്നു എന്നാണോ പറയുന്നത്? അതെ 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 അതെ. അദ്ദേഹത്തെ നിരന്തരം കാണുകയും നിരന്തര രാത്രികളിൽ അദ്ദേഹത്തോടുമായി സംസാരിക്കുകയും ചെയ്തപ്പോഴുണ്ടായ ആ ഒരു അടുപ്പത്തിൽ നിന്നാണ് ഈ കഥ ഊർന്നു വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് 92-ൽ എഴുതിയെങ്കിലും നമുക്കിത് പുറത്തിറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ഞാന് ചെറിയ ഒരു എഴുത്തുകാരനാണ്. കഥകൾ ഇങ്ങനെ എഴുതി വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ പുസ്തകം ആര് പ്രസിദ്ധീകരിക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ അന്ന് എന്നെ വല്ലാതെ മതിച്ചിരുന്നു. ഒപ്പം തന്നെ ആ കാലഘട്ടത്തില് ബഹ്റൈനിലല്ല, പൊതുവെ ബഹ്റൈനിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള UAE പോലുള്ള രാജ്യങ്ങളിലുമുള്ള എഴുത്തുകാർ, അന്ന് മലയാളത്തിലുണ്ടായിരുന്ന കൊച്ചുബാവയടക്കമുള്ള എഴുത്തുകാര് എഴുതിയിരുന്നത് പ്രവാസ കഥകളല്ല, നാട്ടിലെ കഥകളാണ്. പ്രവാസമൊക്കെ അന്ന് സജീവമാവുന്നത്. ബഹ്റിനിൽ താമസിച്ചിരുന്ന സമയത്ത് ആധികളുടെ പുസ്തകം എന്നുള്ള ആദ്യ നോവൽ, അതേപോലെ കേറ്റങ്ങളുടെ 3 ദശാബ്ദങ്ങൾ, ഇതിൻ്റെയൊക്കെ ചിന്തകളും മറ്റുമൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? ആദികളുടെ പുസ്തകം ഞാൻ ബഹ്റൈനിൽ വെച്ച് എഴുതിയതാണ്. 2 നോവലാണ് ഞാൻ ബഹ്റൈനിൽ വെച്ച് എഴുതിയിട്ടുള്ളത്. ഒന്ന് പാകിസ്ഥാനിയുടെ കഥയും ആദികളുടെ പുസ്തകം. ഈ ആദികളുടെ പുസ്തകം അവിടുന്ന് വരുമ്പോ എന്റെ പെട്ടിയില് ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാനിയുടെ കഥ റഫായിട്ടുള്ള ഒരു കോപ്പിയാണ് ഉണ്ടായിരുന്നത്. അത് ഇവിടെ വെച്ചാണ് പൂർത്തീകരിച്ചതെന്ന് മാത്രം. കാരണം അപ്പോഴേക്കും 2005-ല് DC ബുക്സ് നടത്തിയ മത്സരത്തില് ഈ ആദികളുടെ പുസ്തകം അയച്ചു കൊടുക്കുകയും അതില് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഈ നോവല് വീണ്ടും ഞാൻ നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. കാരണം ഇപ്പോഴും എന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടല്ലോ, എന്തിനാണ് ഞാനൊരു പാകിസ്ഥാനിയെ കുറിച്ച് എഴുതേണ്ടത്? ആ ഒരു ഭാഗം ഞാൻ ഇതിൽ ആമുഖമായിട്ട് ഒന്ന് വായിക്കാം. ഏത് ലോകത്തും കാലത്തും മനുഷ്യരാണ് കഥകളാവുന്നത് എന്ന വിചാരമാണ് മുജീബിന്റെ കഥയിലേക്ക് കൂട്ടാൻ എനിക്ക് ശക്തി നൽകിയത്. വ്യക്തി സംഘർഷങ്ങൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെ അനുഭവിക്കുന്നു. ഈ ഒരു ബോധം എനിക്ക്, ഈ ഒരു കഥാബോധത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യബോധത്തിലേക്ക് ഞാൻ വരുന്നത് കുറച്ച് നോവലുകളൊക്കെ വായിച്ച ഒരു പരിചയത്തിലാണ്. ആ ഒരു ശക്തിയിലാണ് ഞാൻ പിന്നീട് ഈ എന്തായാലും ഇനി ആദികളുടെ പുസ്തകം, കയറ്റങ്ങളുടെ 3 ദശാബ്ദങ്ങൾ, ചാത്തച്ഛൻ, അതിനുശേഷം ഈ നോവൽ എടുത്ത് എഴുതാൻ കാരണം ഈ ഒരു ഒരു അവസ്ഥയിൽ മനസ്സെത്തിയത് കൊണ്ടാണ്. ഇപ്പോഴെങ്കിലും മുജീബിനൊരു നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നൊക്കെ മുജീബിനൊരു മോചനം കൊടുക്കണം എന്നുള്ള ഒരു വിചാരം ഈ എഴുത്തിന്റെ സാഫല്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്.
ഈ പക്ഷെ അദ്ദേഹത്തെ പാകിസ്ഥാൻകാരനായ മുജീബ് ബഹ്റിനിൽ മനോഹരൻ വി പേരകം താമസിച്ചിരുന്നതിൻ്റെ അയൽവാസിയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ നോവലിലുള്ള കഥാപാത്രത്തിൻ്റെ പേരും മുജീബാണ്. ആ മുജീബ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻകാരനായ അതേ പേര് തന്നെയുള്ള വ്യക്തി തന്നെയാണോ? അതെ അതെ സംശയമില്ല. അതെ, എന്റെ അടുത്തൊരു സുഹൃത്തും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു കഥകളുടെ ഭണ്ഡാരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഓരോ മനുഷ്യനും എഴുതാത്ത നോവലായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ നമ്മളെക്കാൾ നമ്മളുടെ ഒരു കേരളീയ ജീവിതം എന്ന് പറഞ്ഞപ്പോ ഗൾഫിലൊക്കെ കേരളീയ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഒരു സാധാരണ അത്രയൊന്നും അരിഷ്ടില്ലാത്ത ഒരു ജീവിതമായിട്ടാണ് തോന്നുന്നത്. നമ്മള് പറയുന്ന പോലുള്ള ഒരു വലിയൊരു പ്രവാസത്തിന്റെ ഒരു തിക്കുമുട്ടലുകളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ പാകിസ്ഥാനികൾ എന്നൊക്കെ പറഞ്ഞ അവര് ഒരു ശരിക്കും ഒരു അനുഭവത്തിന്റെ ഒരു ഭണ്ഡാകാരമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ലളിത ജീവിതം പോലെയല്ല അവര്. അവരൊരു ശരിക്കൊരു വഴക്കടിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ ചേഷ്ടകളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥ സ്വത്വത്തിൽ നിന്നിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യരൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരൊക്കെ ഇവരുടെ ജീവിതം അവരവരുടെ സെക്സ് ഇപ്പൊ നമ്മളൊക്കെ സെക്സ് എപ്പോഴും നമ്മൾ ഗോപ്യാക്കി വെക്കും. നമ്മുടെ ഇപ്പൊ സിനിമയിൽ പോലും നമ്മൾ കുളിക്കുമ്പോഴൊക്കെ സാരിയും ജാക്കറ്റും ഒക്കെ എടുത്തിട്ടാണ് കുളിക്കുക, അല്ലെങ്കിൽ ഷർട്ടും കുപ്പായൊക്കെ ഇട്ടിട്ടാണ് കുളിക്കുക. പക്ഷെ ഇവരങ്ങനെയൊന്നല്ല. ഇവരൊക്കെ ഒരു പച്ച മനുഷ്യന്റെ പോലെ അല്ലെങ്കിൽ മൃഗ ചേഷ്ടകൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവരുടെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവര് മാത്രമല്ല, പൊതുവെ ഈ നമ്മളുടെ കേരളം വിട്ടാലോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടാലോ ഒക്കെ ഉള്ള പുറത്തരം മനുഷ്യര് അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന് പറയുന്ന ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ മുജീബ് എന്ന കഥാപാത്രത്തിലേക്ക് നമ്മളുടെ കണ്ണുകളെ എത്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം നജീബ്, ആടുജീവിതം എന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ ഒരു പാതയിലേക്കാണോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് നിന്ന് ഗിയർ ചേഞ്ച് ചെയ്തിട്ട് ആ നോവലിനെ മറ്റൊരു ഇടത്തിലേക്ക് താങ്കൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ രചനയുടെ വേളയിൽ ആടുജീവിതം ഉള്ള സ്ഥിതിക്ക് ഒരു പാകിസ്ഥാനിയുടെ കഥ എന്തിന് ഞാൻ എഴുതണമെന്നുള്ള ചിന്ത കൂടി ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു. പക്ഷെ ആടുജീവിതം ഞാൻ എന്റെ സുഹൃത്ത് ബെഹന്യാമിൻ എഴുതിയ നോവൽ തന്നെയാണെന്നും അത് ഇതല്ല, ഈ നോവലല്ല, അത് മലയാളിയുടെ 2 കൊല്ലത്തെ ഒരു കഷ്ടപ്പാടിന്റെ ജീവിതമാണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ നോവല് 92 എഴുതിയ നോവലാണിത്. പക്ഷെ അദ്ദേഹത്തിന്റെ നോവൽ വരുന്നത് 2007 മറ്റോ ആണ്. അതിനുശേഷം ആണ് വാസ്തവത്തിൽ ഞാൻ ഈ നോവലിന്റെ പ്രമേയം ഉപേക്ഷിക്കാൻ കാരണം. പിന്നെ ഞാൻ എഴുതേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. എങ്കിലേ ഒപ്പം തന്നെ മുജീബിന്റെ ജീവിതം, ഇത്രയും വളരെ കഷ്ടപ്പെട്ട ജീവിതം, അതുപോലെ സൗദിയിലൊക്കെ മനുഷ്യർ തലവെട്ടി കൊല്ലുന്ന ജീവിതം, അതൊക്കെ തന്നെ ഭരണകൂടം ചെയ്യുന്ന ഈ പാവപ്പെട്ട ലേബർമാരോട് ചെയ്യുന്ന ഈ സ്വദേശികളെ സ്വദേശികളെ ഭാഗം നിന്നിട്ട് ഈ പാവപ്പെട്ട മറ്റൊരു രാജ്യത്തെ തൊഴിലാളികളെ ഈ കൊല്ലുന്ന രീതി, അതൊക്കെ ഒന്ന് എഴുതണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആരുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലങ്ങള് അതൊക്കെ എഴുതണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രമേയം ഞാൻ എടുത്ത് ഇങ്ങനെ രീതിയിൽ എഴുതാൻ കാരണം. ഈ ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന പുസ്തകം നമ്മൾ കയ്യിലെടുത്ത് വായിക്കുമ്പോൾ ആ നോവലിൻ്റെ ഒരു പ്രാരംഭം എന്ന് പറയുന്നത് സിന്ധു നദിയുടെ നഗരമായിട്ടുള്ള പാകിസ്ഥാനിലെ ചകർമാട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അവിടെ ജീവിക്കുന്ന മുജീബ് എന്ന് പറയുന്ന ഒരു ഗ്രാമീണനാണ്. ആ ഗ്രാമീണൻ്റെ സ്വയം കഥ പറച്ചിലോടുകൂടിയാണ് ഈ നോവലിൻ്റെ ഒരു ആഖ്യാനം ആരംഭിക്കുന്നത് തന്നെ. ആ മുജീബിൻ്റെ ഭാര്യയുടെ പിതാവായിട്ടുള്ള റഷീദ് മാമ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം താങ്കൾ ഈ നോവലിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. നദികളെ കുറിച്ചിട്ട്, നദികൾ ഉണ്ടാകുന്നത് പോലെയാണ് മനുഷ്യജീവിതങ്ങളും ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലിയ ചെങ്കുത്തായിട്ടുള്ള പാറക്കെട്ടുകൾ, അതിൻ്റെ ഇടയിൽ നിന്നുള്ള ഏതോ ഉറവയിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന നദികളുടെയൊക്കെ പേരുകളായിട്ട് സത്ലജൊക്കെ ആയിട്ട് മാറിയിട്ട് അത് വലിയ നദീതടങ്ങളിലൂടെ പോയിട്ട് വമ്പൻ നദിയായിട്ടും ഒക്കെ മാറുകയും അവസാനം മഹാസമുദ്രമായി മാറുകയും ചെയ്യുന്നത് പോലെ മനുഷ്യർ വിവിധ ഇടങ്ങളിൽ നിന്ന്, സംസ്കാരത്തിൻ്റെ പല ശ്രേണികളിൽ നിന്ന്, ഒഴുക്കുകളിൽ നിന്ന്, ധാരകളിൽ നിന്ന് വന്നു ചേർന്ന് ഒരുമിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടു മുമ്പ് മനോഹരൻ വി പേരകം പാകിസ്ഥാൻകാരുടെ
ശരീരഭാഷയെക്കുറിച്ച്, അവരുടെ വൈകാരിക ജീവിത പ്രകടനങ്ങളെക്കുറിച്ച്, ശരീരഭാഷ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഒന്നും മറച്ചു വെക്കാതെ തുറവിയിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു ഇന്ത്യക്കാരൻ അയൽവാസിയായിട്ട് താമസിക്കുകയും ഒപ്പം തന്നെ മറ്റിടങ്ങളിലുള്ളവർ, ഒമാനിലുള്ളവരൊക്കെ അവിടെ വരികയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമായിട്ട് മാറുമ്പോൾ, എങ്ങനെയാണ് ദേശങ്ങളെയും അതിർത്തികളെയും വിട്ടിട്ട് നാം നമ്മുടെ ഭാവനയെ കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിച്ച് ആവേശം കൊണ്ടിട്ടുണ്ടോ താങ്കൾ? പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് വിലങ്ങണിയിച്ച് അതിർത്തികൾ കയറിയതിൻ്റെ പേരിൽ ആൾക്കൂട്ടങ്ങൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ. ഞാൻ ബഹ്റൈനിലുള്ള കാലത്ത് എനിക്ക് കുറച്ച് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള ഒരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ രാജ്യങ്ങൾ എനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യത്തിന്റെ ഇടയിലാണ് ഒരിക്കൽ പെഷവാറിൽ പോകാൻ എനിക്കൊരു അവസരം കിട്ടിയത്. അങ്ങനെയാണ് ഈ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല, നമ്മളുടെ നാട്ടിലെ മലയാളി ജീവിതമല്ല പുറത്തുള്ളത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മളെ സിനിമകൾ ഇപ്പൊ ഈ പാകിസ്ഥാനിലെ സിനിമകളെ കുറിച്ച് ഞാൻ 2-3 സിനിമകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്, ഇത്രയും ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് ഇത്രയധികം സിനിമ ഉണ്ടാവുക. ഒരുപക്ഷെ ചിത്രീകരിക്കുന്നതൊക്കെ പുറത്താണെങ്കിലും പുറത്ത് അങ്ങനെ ആയിരിക്കും. അപ്പോ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ഒസാമ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഗംഭീര സിനിമയാണ് അത്. അത് ചിത്രീകരിക്കുന്നത് അവിടെ തന്നെയാണ്. ആണ്. അത്തരം സിനിമകളൊക്കെ കാണുമ്പോൾ അതിനെ ബദല് ചെയ്യുന്ന അവരുടെ ആ സംസ്കാരത്തെയൊക്കെ ബദല് ചെയ്യുന്ന ജീവിതങ്ങൾ അവിടെ തന്നെ അവരിൽ തന്നെ ഉണ്ടാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് തരത്തിലുള്ള മനുഷ്യരും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്കത് കാണുമ്പോൾ ചില ജീവിതങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം ഉണ്ടാവും. ചില ജീവിതങ്ങള് ക്ലാസിക്കൽ ജീവിതമായി നമ്മളെക്കാൾ ക്ലാസിക്കൽ ജീവിതങ്ങൾ നയിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സിനിമയിലായാലും കലയിലായാലും. അങ്ങനെയുള്ള ഒരു മാഷാണ് ഈ ഇതിലുള്ള മുജീബിന്റെ അമ്മാവൻ. അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾക്ക് ഞാനും 2-3 വരികളൊക്കെ കത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ആ കാലത്ത് വായിച്ചിരുന്നു. അപ്പൊ ഇയാളും വായിച്ചിരുന്നു. അപ്പോ ഇയാളുടെ പുസ്തകങ്ങള് ഉറുദുവിലുള്ള പുസ്തകങ്ങളുണ്ട്, ഇയാളുടെ കയ്യിൽ ഹിന്ദിയിലുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോ അതില് ഇവൻ പറയും, എന്റെ മാമയ്ക്ക് വേണ്ടിയിട്ട് നീ ഒരു വരി എഴുതൂ എന്നൊക്കെ പറയുമ്പോ എനിക്കറിയാവുന്ന ഹിന്ദിയിലാണ്. നമ്മള് 10 വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഹിന്ദിയിൽ അത്ര ആം, പഠി- ഒന്നും എഴുതാൻ പറ്റിയിരുന്നില്ല. പക്ഷെ സംസാരിക്കാൻ പറ്റിയാലും നമുക്ക് എഴുതാൻ അത്ര വശം ഉണ്ടാകില്ലെങ്കിലും നമ്മൾ തപ്പിപ്പിടിച്ചൊക്കെ ഹിന്ദിയിൽ നമ്മൾ എഴുതിയിരുന്നു. അങ്ങനെ ഈ അധ്യാപകൻ അത് വായിച്ചെടുത്തിട്ട് എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ആ 2 വരി എനിക്ക് വേണ്ടിയിട്ട് അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുമ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ ഈ രാജ്യങ്ങളെ ശത്രുക്കളായി കാണുക. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു മാനവികതയുടെ ഒരു നൂലിങ്ങനെ ഇളകി ഇളകി ഇങ്ങനെ ഇഴചേർത്ത് പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ പല രാജ്യങ്ങളിൽ പോയാലും നമ്മളെ കാത്തു നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ട് ട്ടോ അത്. നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇന്ത്യയിൽ സഞ്ചരിക്കായാലും നമ്മളെ കയ്യിലൊന്നുമില്ല, നമ്മൾക്കൊരു തുണയില്ല. പക്ഷെ അതിന്റെ ഇടയിൽ ഒരാൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന്, അത് ദേശവും അതിന് രാജ്യവും അതിർത്തികൾ ബാധകമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന ഈ നോവലിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാനിലുള്ള പല കഥാപാത്രങ്ങളും പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്, ഈ ഇന്ത്യ വിഭജിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നാം ഏത് രീതിയിൽ ജീവിക്കുമായിരുന്നു എന്ന്. അതിലൊരു കഥാപാത്രത്തിൻ്റെ വീട് ഇന്ത്യയിലും കൃഷിഭൂമി പാകിസ്ഥാനിലുമായി പോകുന്നുണ്ട് വിഭജനത്തെ തുടർന്നിട്ട്. അപ്പോൾ അങ്ങനെ വിഭജനം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നാം എങ്ങനെ ജീവിക്കുമായിരുന്നു, ഏത് രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് പോകുമായിരുന്നു എന്നൊക്കെ ഭാവനപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മുജീബുമായിട്ട് അടുത്ത് ഇടപഴകുകയും മുജീബ് ഒരു പാകിസ്ഥാൻകാരൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ ജീവിതവുമായിട്ട് അടുത്ത് ഇടപഴകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മനോഹരൻ വി പേരകത്തിന് പറയാൻ കഴിയുമോ, ഒരു സാങ്കല്പിക സ്വപ്നത്തിൽ, ഒരു ഉട്ടോപ്യയിൽ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തികൾക്ക് ഇല്ലാതെ ഒന്നാവുന്ന ഒരു ഘട്ടം എത്തിയാൽ നമ്മൾക്ക്, മലയാളിക്ക് പരസ്പരം ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത് പോലെ പാകിസ്ഥാൻകാരുടെ കൂടെ നമ്മുടെ മൊത്തം ഇന്ത്യക്കാർക്ക് ഇടപഴകി എളുപ്പത്തിൽ അവരുമായിട്ട് ഇടപഴകാൻ കഴിയുന്ന രീതിയിലുള്ള താതാത്മ്യങ്ങൾ ധാരാളമുണ്ടോ? അത് സംഭവിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇവിടെ ഇപ്പൊ അത്തരം ഒരു അവസ്ഥയൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. കൂടുതല് ഞാൻ അതിലേക്ക് ഉണ്ടായതിലുപരിയായിട്ട് അങ്ങനെ അടുത്ത് സമ്പർക്കം പുലർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാംസ്കാരിക ഒരുമ നമ്മളിലുണ്ടോ, അതോ വന്നിട്ടുണ്ട്. വല്ലാതെ അകന്നു പോയിട്ടുണ്ടോ? അത് വല്ലാതെ അകന്നു പോയിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അതൊക്കെ കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ യശ്പാൽ എന്ന് പറഞ്ഞ എഴുത്തുകാരനൊക്കെ എഴുതിയ സത്യജൂട്ട് എന്നൊക്കെ പറഞ്ഞ നോവലുകളൊക്കെ വായിച്ചാല് അതിന്റെ ഭീകരതയൊക്കെ മനസ്സിലാകും.
പക്ഷെ അതൊന്നും നമ്മുടെ മലയാളികൾ ഇത്ര വായിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ, വിഭജന കാലഘട്ടത്തിലെ കഥകളൊന്നും മലയാളത്തിൽ വന്നിട്ടില്ല. ഒരിക്കൽ ഞാൻ ഈ കൃഷ്ണൻ നായർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യജൂട്ടൊക്കെ യശ്പാൽ എഴുതുന്ന കാലത്ത് നമ്മുടെ തകഴിയൊക്കെ എഴുതുന്നത് പതിത പങ്കജമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്. അത്തരം ഒരു അവസ്ഥയാണ് മലയാളിയുടെ. മലയാളി വളരെ അറ്റത്ത് ഒരു സുഖ ഇപ്പൊ ഈ അറ്റത്ത് ഭൂമിയുടെ, നമ്മുടെ ഇന്ത്യ ഭൂഖണ്ഡത്തിന്റെ ഒരു അറ്റത്ത് വളരെ സുഖമായി ജീവിക്കുന്ന ഒരാൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരം യുദ്ധങ്ങളൊന്നും ഇല്ലാതെ, ഇത്തരം യുദ്ധങ്ങളിൽ ഇടപെടാതെ, ഇത്തരം വിഭജനത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ മാറിയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അത്തരം അനുഭവങ്ങൾക്ക് കുറവൊക്കെ ധാരാളം ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെയാണ് അവരിലുള്ള പ്രശ്നങ്ങളുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അതെ, ഇനിയും ഈ മിങ്കിൾ പുസ്തകത്തിലേക്ക് ചെയ്യേണ്ട തന്നെ നമ്മൾക്ക് തിരികെ എത്താം. ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള മുജീബ് പാകിസ്ഥാനിൽ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന സിന്ധു നദിയുടെ ഗ്രാമ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഗ്രാമത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിറയെ തുകൽ ഫാക്ടറികളാണ്. തുകൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു. വലിയ അസംതൃപ്തിയുണ്ട് അയാൾക്ക്. പ്രത്യേകിച്ചും ഓരോ തുകലും കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ അതിനകത്ത് നിന്ന്, ആ തുകലിൻ്റെ അകത്ത് മജ്ജയും മാംസവുമായി നിന്നിരുന്ന ആടുകളുടേതടക്കമുള്ള വലിയ നിലവിളികൾ അയാൾ അലട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു പാകിസ്ഥാനിയുടെ കഥ എന്നാണ് മനോഹരൻ വി പേരകത്തിൻ്റെ നോവലിൻ്റെ ശീർഷകം എങ്കിലും അത് വാസ്തവത്തിൽ പാകിസ്ഥാൻകാരൻ്റെ മാത്രം കഥയല്ല, ഇന്ത്യക്കാരൻ്റെ കഥയാണ്, മലയാളിയുടെ കഥയാണ്, നൈജീരിയക്കാരൻ്റെ കഥയാണ്, ഒമാനിയുടെ കഥയാണ്, ലോകമെങ്ങുമുള്ള പരാജിതരായ മനുഷ്യരുടെ കഥയാണ് എന്ന് നമ്മൾക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. മനോഹരൻ വി പേരകം ഇപ്പോൾ ഈ ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന തൻ്റെ നോവലിലെ ഏറ്റവും പ്രിയപ്പെട്ട ചില വരികൾ ഈ നിമിഷം പ്രേക്ഷകർക്കായി വായിക്കുകയാണ്. അധ്യായം 10 ഒരു ഖണ്ഡിക വായിക്കാം. ബലിപെരുന്നാളിന് ചാകർമാട്ടിയിലെ വീടുകളിലെമ്പാടും ആടുകളുടെ നിലവിളി കേൾക്കാം. വിശേഷ ദിവസങ്ങളിൽ ചാകർമാട്ടിക്കാർ ആട്ടിറച്ചി വരട്ടിയും ചുട്ടും അരച്ച് മജ്ബൂസ് ഉണ്ടാക്കിയും തിന്ന് ആർമാദിച്ചു. പെരുന്നാളിന് കൊഴുപ്പ് കൂട്ടാനായി ചിലർ മുന്തിരിയിട്ട് വാറ്റിയ ചാരായം ഉണ്ടാക്കി വെക്കും. ബാബയുള്ളപ്പോൾ പെരുന്നാളിന് വാറ്റാറുണ്ടായിരുന്നെങ്കിലും മുജീബ് അതൊന്നും കണ്ടുപഠിച്ചില്ല, രുചിച്ചു നോക്കിയതുമില്ല. അന്നേ ദിവസം ചാകർമാട്ടിയിൽ വീശുന്ന കാറ്റിന് ചാരായത്തിന്റെയും ആട്ടിറച്ചിയുടെയും മണമുണ്ടാവും. മുജീബ് വളർത്താടുകളുടെ കഴുത്തിൽ കത്തിവെക്കാറുമില്ല. അവൻ ബസാറിൽ പോയി വലിയ ഒരാടിന്റെ പൊറുവോ തണ്ടലോ വാങ്ങിക്കൊണ്ടുവന്ന് ഫൗസിയയെ ഏൽപ്പിക്കും. പെരുന്നാളിന് പെണ്ണുങ്ങളെല്ലാവരും പൂക്കളുള്ള വസ്ത്രങ്ങൾ ധരിക്കും. അടുത്തടുത്ത വീടുകളിലേക്ക് കൊത്തങ്കല്ലാടാൻ പോകും. ആണുങ്ങൾക്ക് വെള്ള വസ്ത്രങ്ങളാണ് ഇഷ്ടം. കുട്ടികൾ പൂമ്പാറ്റകളെപ്പോലെ മുറ്റത്തും പറമ്പിലും പാടി നടക്കുന്നുണ്ടാവും. വിളപറിച്ച വയലിൽ ആൺകുട്ടികൾ പട്ടം പറത്തുന്നുണ്ടാവും. സുന്ദരികളെ തേടി ചെറുപ്പക്കാർ പിർക്കലയിലേക്കും ഹിരാമണ്ടിയിലേക്കും പായും. ചിലർ കുടുംബവുമായി മാതാറയിലെ കൊട്ടകയിലേക്കോ പെഷവാറിലെ തിയേറ്ററുകളിലേക്കോ വണ്ടി കയറും. ജീവിതത്തിൽ ആദ്യമായി ഇത്തവണത്തെ പെരുന്നാളിന് താൻ ഒറ്റപ്പെട്ടല്ലോ എന്ന് മുജീബ് വിചാരിച്ചു. പെരുന്നാളിന് ഒഹൈദിൽ 4 ദിവസത്തെ അവധിയാണ്. ഒറ്റയ്ക്ക് താനെങ്ങനെ ഈ ദിവസം അത്രയും തള്ളി നീക്കുമെന്നാലോചിച്ച് അവനൊരെത്തും പിടിയും കിട്ടിയില്ല. മുജീബ് നമ്മൾ മലയാളികളെ പോലെ, ഇന്ത്യക്കാരിൽ പലരെയും പോലെ ഗൾഫ് എന്ന വലിയ സ്വപ്നം കണ്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒമാനിലേക്ക് പോവുകയും ഒമാനിലെത്തി അവിടെ ഇറങ്ങുന്ന നിമിഷം അയാളുടെ കറുത്ത ഷൂസ് അഴിച്ചു മാറ്റപ്പെടുന്നതിൽ നിന്നാണ് ഈ നോവൽ മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു ഭൂമികയിലേക്ക് മാറുന്നത്. അത് നമ്മുടെ പ്രവാസ ജീവിതത്തിൻ്റെ വിപുലവും വ്യത്യസ്തവും വൈദ്യുതാഘാതമേൽപ്പിക്കുന്നത് പോലെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വിചിത്ര തലങ്ങളിലേക്ക് അത് മാറുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം തീഷ്ണമാണ് ഈ നോവലിലെ പ്രവാസ ജീവിതം, അത് ആവിഷ്കരിച്ച് എഴുതിയ വേളയിൽ താങ്കൾ അനുഭവിച്ച സംഘർഷങ്ങളും? ഇതില് കുറെ ഭാഗങ്ങൾ ഞാനും അനുഭവിച്ചത് തന്നെയാണ്. മരുഭൂമിയിലെ ജീവിതം ഞാൻ തന്നെ അനുഭവിച്ച ജീവിതം തന്നെയാണ്. കാരണം ഞാന് ആദ്യകാലത്ത് ഒരു പനോരമ എന്ന കമ്പനിയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തത്. അവിടെ സൗദിയിൽ നിന്നും വരുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയ 1 മീറ്റർ ഡയാമീറ്ററുള്ള പൈപ്പിന്റെ ബഹ്റൈൻ മരുഭൂമിയിലൂടെയാണ് പോകുന്നത്. അത് സൗദി മരുഭൂമിയിൽ നിന്നാണ് വരുന്നത്. അത് ബഹ്റൈൻ റിഫൈനറിയിലേക്ക് എത്തി അത് പെട്രോളും ഡീസലൊക്കെ ആയിട്ട് വേർതിരിച്ച് അങ്ങനെ തിരിച്ച് സൗദിയിലേക്ക് തിരിച്ചയക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഈ പൈപ്പ് വെൽഡ് ചെയ്ത് ഇങ്ങനെ വരുന്നതോടൊപ്പം ഞങ്ങളുടെ കൂട്ടം ഒരു മിലിറ്ററി കൂട്ടം പോലെയാണ് അത്. ആ കൂട്ടം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരാളായിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പൊ രാത്രി ഞങ്ങൾ അവിടെ തങ്ങും. അപ്പൊ രാത്രി ഞങ്ങള് കുറച്ചുപേര് ഈ മരുഭൂമിയോടും ആ മലഞ്ചെരുവിനോടൊക്കെ താല്പര്യമുള്ള കുറച്ച് ആളുകൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ നടക്കാനിറങ്ങും.
ആ ഒരു 2.5 കൊല്ലത്തെ ഒരു അനുഭവം ഇതിലുണ്ട്. മരുഭൂമിയുടെ അനുഭവം സ്വന്തം അനുഭവം തന്നെയാണ്. കാരണം മരുഭൂമിയുടെ ചില അംശങ്ങൾ പലതും എടുത്ത് പലരും എഴുതുന്നുണ്ടെന്ന് ഉള്ള ഒരു അനുഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ട അനുഭവം മാത്രമേ ഞാൻ മരുഭൂമിയെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ഈ നോവലിൽ ഒമാനിൽ ചെന്നതിന് ശേഷമുള്ള മുജീബിൻ്റെ ജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്നത് അവിടെ നിന്നുള്ള ജോലി അവസാനിപ്പിക്കുകയോ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് തുടരുകയോ ചെയ്യാമെന്നുള്ള നിർദ്ദേശപ്രകാരം സുൽത്താന മറിയം എന്ന ഒരു അവിടുത്തെ കൊട്ടാരത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് മുജീബിന് എത്തിപ്പെടേണ്ടി വരുന്ന ഘട്ടമാണ്. അവിടെ നിന്ന് അത് ശാരീരികതയിലേക്ക്, ശരീരത്തിൻ്റെ അഭിലാഷങ്ങളിലേക്ക്, പോലീസിലേക്ക്, നിയമ സംവിധാനത്തിലേക്ക്, ശിക്ഷയിലേക്കൊക്കെ പോകപ്പെടുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ നോവൽ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നവരുടെ ജീവിതമായിട്ട് മാറുന്നത്? ഇത് പലരും അനുഭവിച്ചിട്ടുണ്ട് അവിടെ. പലരും പല മലയാളികളെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവര് ഈ വീടുകളിലെ ഡ്രൈവറായിട്ടും അങ്ങനെ പല ജോലി ചെയ്യുന്ന വീടുകളോട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പാലസുകളോട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മലയാളികൾ മാത്രമല്ല, പല മറ്റുള്ള രാജ്യക്കാര്, ഈജിപ്തുകാര്, ലെബനോൻകാര് അങ്ങനെയുള്ള പല ആൾക്കാരെ എനിക്കറിയാം. കാരണം എന്റെ പല സുഹൃത്തുക്കളും ഈ മിനിസ്ട്രി ലെവലില് ജോലി ചെയ്യുന്ന കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് ഈ എഴുതുന്ന കാരണം കുറച്ച് ഈ മലയാള സമാജമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് അപ്പർ ക്ലാസ്സിനായിട്ടൊക്കെ നല്ല അടുപ്പുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു. അപ്പൊ അതിൽ പല ആളുകളും ഈ ഇത്തരം മിനിസ്ട്രി ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോ അവിടെ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പലതും എനിക്ക് കൂടി നേരിട്ടറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ അതൊക്കെ എഴുതാൻ കാരണം. ഈ പാകിസ്ഥാൻകാരുടെ ജീവിതവും അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളുമൊക്കെ ഈ നോവലിലെ പ്രധാനപ്പെട്ട ഒരു തലമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മളുടെ വിനോദസഞ്ചാര രാജ്യങ്ങളുടെ വകുപ്പിൽ പെടുന്നതേയല്ല. മലയാളിയെ സംബന്ധിച്ചിട്ടും ഇന്ത്യക്കാരനെ സംബന്ധിച്ചിട്ടും വിനോദസഞ്ചാരങ്ങളുടെ ലാൻഡ്സ്കേപ്പുകൾ എന്ന് പറയുന്നത് മറ്റ് ഇടങ്ങളാണ്. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത, പ്രവേശനമില്ലാത്ത ഒരു തടവ് രാജ്യം പോലെ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ മുജീബിൽ നിന്ന് സ്വയം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാകിസ്ഥാനിലെ ജീവിതം എങ്ങനെയാണ്? അവിടെ ദാരിദ്ര്യമുണ്ടോ? അവിടെ നമ്മുടെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ അവിടെയുണ്ടോ? അവരുടെ ജീവിത രീതികൾ, സംസ്കാരങ്ങൾ, ലൈംഗികത, ഭാഷ, അറിവ് എന്തൊക്കെയാണ്? എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒരു പാകിസ്ഥാൻകാരനായ ഒരാളൻ, മുജീബിനെ പോലെ തന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ബഹ്റിനിലുള്ള കാലത്ത് ഒരു പാകിസ്ഥാൻകാരനായിരുന്നു. അയാളും ഞാനും കൂടിയിട്ട് ഈ ആ രാജ്യത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്. അയാളും എന്റെ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോടാണ് ഞാൻ കൂടുതലും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 8 കൊല്ലത്തെ എൻ്റെ ഒരു അടുപ്പത്തിൽ നിന്നാണ് ഈ നോവല് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. 8 കൊല്ലം ഞാൻ അയാളോട് ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും നിരന്തരം അവരെ വാച്ച് ചെയ്ത് അവരെ ജീവിത രീതികൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഈ നോവലിന്റെ പിന്നിലുള്ള വളരെ ക്ലാസ് നിറഞ്ഞൊരു സംഭവം തന്നെയായിരുന്നു അത്. എന്നിട്ടാണ് ഈ നോവല് ഞാൻ എഴുതിയിട്ടുള്ളത്. ആ നോവലൊക്കെ ഈ കഴിഞ്ഞ 2 കൊല്ലത്തിൽ ഞാൻ ഓർത്തെടുത്തും പിന്നെ കുറെ കുറിപ്പുകൾ ഉണ്ടായിരുന്നു എന്റെല്. ആ 92-ൽ ഞാൻ ഇത് എഴുതുമ്പോഴുള്ള ഞാൻ മനസ്സിലാക്കിയ കുറിപ്പുകൾ കുറെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതുപോലെ കുറെ കുറെ പുസ്തകങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുറെ നോവലുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുറെ പാട്ടുകള്, സംഗീതം, ഗസലുകള് അതൊക്കെ എനിക്ക് ഇതിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഒരു പാകിസ്ഥാനിയുടെ കഥയിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം, പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഒരു മാജിക്കൽ റിയലിസം പോലെ തോന്നിപ്പിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ആടുജീവിതത്തിലെ കഥാപാത്രമായിട്ടുള്ള നജീബുമായിട്ട് പാകിസ്ഥാനിയുടെ കഥയിലെ കഥാപാത്രമായിട്ടുള്ള മുജീബ് കൂടിക്കാഴ്ച വരുന്ന രംഗമാണ്. അത് പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ആ വരിയിലേക്ക് എത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു ചേർന്നതാണോ അതോ മറ്റേതെങ്കിലും പ്രേരണ കൊണ്ട് വന്നു ചേർന്നതാണോ? അത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നത് തന്നെയാണ്. കാരണം എന്റെ ആ സുഹൃത്തിനെ ഞാൻ ഞാൻ ബഹ്റിനിൽ വെച്ചാണല്ലോ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിക്കൂടാ? നമ്മുടെ കഥയിലും നോവലുകളിലൊക്കെ അങ്ങനെ എഴുത്തുകാരുടെ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്ന കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് ഉള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാനത് ബോധപൂർവം ഉപയോഗിച്ചത് തന്നെയാണ്. ഈ ഒരു പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വില എത്രയാണ്?
399 രൂപയാണ് പുതിയ രണ്ടാമത്തെ എഡിഷൻ അവർ വിലയിട്ടുള്ളത്. ആദ്യം 380 രൂപയായിരുന്നു. 300 ആണോ 100 ആണോ? 300 മൂന്ന് 350 എട്ട് പേജുള്ള അതെ 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 399. അതെ, ഇപ്പോൾ രണ്ടാമത്തെ എഡിഷനാണ് വരുന്നത് അല്ലേ? അതെ, വന്നു കഴിഞ്ഞു. അതെ 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 അതെ. ഈ പുസ്തകം മമ്മൂട്ടി പ്രകാശനം ചെയ്ത രംഗങ്ങൾ ഞാൻ ഓർക്കുകയാണ്. മമ്മൂട്ടി ആ പുസ്തകം വായിച്ചോ? മമ്മൂട്ടിയിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായോ? എസ് ഹരീഷിനെ പോലെയുള്ള ആ, വലിയ എഴുത്തുകാർ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകം വായിച്ചതിൽ നിന്ന് സാധാരണക്കാരായ വായനക്കാരിൽ നിന്നും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ നിന്നുമൊക്കെ വന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും പറയുന്നത് നല്ല വളരെ ഹരീഷൊക്കെ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു എന്നാണ് പറഞ്ഞത്. അതെന്നെ വളരെ സന്തോഷമായിട്ട് തോന്നി. ഒരു ദിവസം കൊണ്ട് ഒരാൾ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. അത് 350 പേജ് ഉണ്ട് ഈ പുസ്തകം. അങ്ങനെ കുറെ പേര് പറഞ്ഞു. ഞാൻ പാലക്കാട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിലും കുറെ പേര് പറഞ്ഞു അങ്ങനെ വളരെ നല്ല പുസ്തകമാണ്. 350 പേജ് ഒരു ദിവസം കൊണ്ട് വായിച്ചു. അങ്ങനെയുള്ള വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ എഴുത്തുകാരൻ ഒരു സ്വന്തം പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അങ്ങനെ പറയേണ്ടതില്ല, ഒരു പറയുന്നത് കാരണവശാലും പറയേണ്ടതില്ല. എന്തായാലും ഒരു പാകിസ്ഥാനിയുടെ കഥ കൂടി നമ്മുടെ പുസ്തക ശേഖരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു പാകിസ്ഥാനിയുടെ കഥ കൂടി നമ്മുടെ വായനയുടെ അനുഭവ ലോകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. കയ്യിൽ ചേർത്ത് പിടിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാകിസ്ഥാനിയുടെ കഥ കൂടി ഭാവിയിലും ഉണ്ടാകേണ്ടതുണ്ട്. വളരെ സന്തോഷം, നന്ദി. പുസ്തക പൂമുഖത്തിൽ എത്തിയതിന് ശ്രീ മനോഹരൻ വി പേരകം, നന്ദി.